എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ടു ബേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യം എന്താണ് ബേക്കിംഗ് എന്ന് നോക്കാം. ബേക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഹീറ്റ് വെച്ചിട്ട് ആഹാര പദാർത്ഥങ്ങൾ ബേക്ക് ചെയ്ത്, അതായത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതിനാണ് ബേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡ്രൈ ഹീറ്റ് വെച്ചിട്ടുള്ള പ്രോസസ്സ് അവനിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് എക്യുപ്മെൻറ്റ്സിലും ആകാം. അപ്പം ബേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സയൻസാണ്. അപ്പോൾ അതിൽ നമ്മൾ ചേർക്കുന്ന ചേരുവകളുടെ കറക്റ്റ് അളവും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ബേക്കിംഗ് ഒരു ഹോബിയാണ്, ഒരു പാഷനാണ് ചിലർക്ക്. അപ്പോൾ ബേക്കിങ്ങിൻ്റെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് വണ്ണാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. ഗ്ലൂട്ടൻ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീനാണ്. അത് ഗോതമ്പ് പൊടി, മൈദ ഇതിലൊക്കെ കാണുന്ന ഒരു പ്രോട്ടീനാണ്. അത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് സ്ട്രാൻഡ്സ് ആയിട്ട് അതിൽ ഗ്യാസ് ബബിൾസ് ഉണ്ടാകും. ആ ഒരു ഗ്യാസ് ബബിൾസാണ് നമ്മുടെ ബേക്ക്ഡ് ഗുഡ്സിന് ഒരു നല്ലൊരു ലൈറ്റും എയറി ആയിട്ടുള്ളൊരു ടെക്സ്ചർ, അതുപോലെ ഒരു റൈസും ഒക്കെ കൊടുക്കുന്നത് ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നുള്ള പ്രോട്ടീനാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതലുള്ളത് മൈദയിലാണ്. അപ്പോൾ അതാണ് നമ്മൾ മിക്ക റെസിപ്പീസിലും മൈദ വെച്ചിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ടെക്സ്ചറും ഒക്കെ കിട്ടുന്നത്. ഇനി അടുത്ത മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ബേക്കിംഗ് മാത്രമല്ല ബേക്കിങ്ങിൽ ഉൾപ്പെടുന്നത്, അതുപോലെ ബ്രെഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലുള്ള ഒരു ഓർഗാനിസമാണ്. അത് ഷുഗറാണ് ഈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഷുഗർ കഴിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറപ്പെടുവിപ്പിക്കും. ആ ഒരു ഗ്യാസാണ് ഈ ബ്രെഡ് റൈസ് ചെയ്യാനായിട്ട് ഇടയാക്കുന്നത്. പലതരത്തിലുള്ള ഈസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഓരോ സെക്ഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ്, വലിയ തരികളുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. അപ്പോൾ ബേക്കിംഗ് പൗഡർ സോഡയും എല്ലാവർക്കും അറിയാം, പക്ഷേ അതിൻ്റെ വ്യത്യാസങ്ങൾ മിക്ക ആൾക്കാർക്കും അറിയാൻ സാധ്യതയില്ല. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയും അതുപോലെ ക്രീം ഓഫ് ടാർട്ടറും പിന്നെ ഒരു ഡ്രൈയിങ് ഏജൻറ്റും കൂടെ ചേരുമ്പോഴാണ് ബേക്കിംഗ് പൗഡർ ഉണ്ടാകുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കേക്കിലൊക്കെ ചേർക്കുന്നത്. ഒരുപാട് കൂടിപ്പോയാൽ അതിൻ്റെ വിള്ളലൊക്കെ വീണിട്ട് കേക്കിൽ ആ ഒരു ബേക്കിംഗ് സോഡയുടെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ അതാത് പ്രപ്പോർഷനിൽ ചേർക്കുമ്പോഴാണ് ഒരു കേക്കൊക്കെ നന്നായിട്ട് അതിൻ്റെ ടെക്സ്ചറും ഒക്കെ കിട്ടുന്നത്, അതുപോലെ ടേസ്റ്റും വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ബേക്കിംഗ് പൗഡർ മാത്രം വെച്ചിട്ടും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതുപോലെ ബേക്കിംഗ് സോഡ മാത്രം വെച്ച് ചെയ്യുമ്പോഴുള്ള കേക്കിൻ്റെ പല രൂപങ്ങളാണ് നിങ്ങളിതിൽ കാണുന്നത്. പിന്നെ ഒന്നും ചേർക്കാതെ വരുമ്പോൾ ആ ഒരു അത് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള അളവുകളൊക്കെ നമ്മൾ ഓരോ റെസിപ്പികൾ ചെയ്യുമ്പോഴായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ജനറിക്കായിട്ടൊരു കേക്കിൻ്റെ റെസിപ്പി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോ കേക്കിനും ഓരോ രീതിയിലായിരിക്കും നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ അതാത് റെസിപ്പികളുടെ ഇതനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ മെഷർമെൻറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് പഞ്ചസാര. പഞ്ചസാര ചേർക്കാതെ നമ്മൾ ബേക്ക് ചെയ്യുന്നതും പഞ്ചസാര ചേർത്തിട്ട് ബേക്ക് ചെയ്യുന്നതും രണ്ടാണ് ടെക്സ്ചർ. അപ്പം ഷുഗർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് ബേക്കിങ്ങിൽ. അത് സ്വീറ്റ്നെസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ബേക്ക്ഡ് ഗുഡ്സിന് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ഒരു കളറും പിന്നെ ഒരു സ്മൂത്ത്നെസ്സും ഒക്കെ കൊടുക്കുന്നത് ഷുഗറാണ്. അപ്പോൾ ഷുഗർ എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. വൈറ്റ് ഷുഗറുണ്ട്, ബ്രൗൺ ഷുഗറുണ്ട്, അതുപോലെ തന്നെ സിറപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ റെസിപ്പി അനുസരിച്ചിട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫാറ്റ്. അതും ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. നമ്മുടെ ക്രസ്റ്റിന് ആ ഒരു ടെൻഡർ ആക്കാനും അതുപോലെ നല്ല ഫ്ലേവർ കൊടുക്കാനും നല്ല മോയിസ്റ്റായിട്ട് നമ്മുടെ ബേക്ക് ചെയ്ത സാധനങ്ങളെയൊക്കെ വെക്കുന്നതും ഫാറ്റാണ്. നമ്മൾ ഓയിലൊട്ടും ചേർക്കാതെ ബേക്ക് ചെയ്യുന്നതും ഓയിൽ ആവശ്യത്തിന് ചേർത്തിട്ട് ബേക്ക് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബേക്കിങ്ങിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് പൊടി. നമ്മൾ ഏത് പൊടിയാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടിയുണ്ട്, മൈദയുണ്ട്. പക്ഷേ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഗ്ലൂട്ടൻ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് നടക്കുന്നതും നല്ല സോഫ്റ്റ്നെസ്സും ലൈറ്റ്നെസ്സും ഒക്കെ നമ്മുടെ ബേക്ക്ഡ് ഗുഡ്സിന് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൈദയാണ്. ഇനി അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഗോതമ്പ് പൊടി, പല ഫ്ലോർസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗ്ലൂട്ടൻ ഉള്ളത്. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുട്ട. മുട്ടയും ബേക്കിങ്ങിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, എസ്പെഷ്യലി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ.
അപ്പോൾ മുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഇൻഗ്രീഡിയൻസ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് എടുത്താലും എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മുട്ടയാണെങ്കിലും എല്ലാം റൂം ടെമ്പറേച്ചറിലോട്ടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോഴാണ് കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം മുട്ട എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ മുട്ട നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ക്രീമിങ് മെത്തേഡുണ്ട്, അതുപോലെ എഗ്ഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡുണ്ട്. അതൊക്കെ ഓരോ റെസിപ്പിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാല്. എല്ലാ റെസിപ്പിയിലും പാല് ചേർക്കണം എന്നില്ല, പക്ഷേ ചില റെസിപ്പികളിൽ നമ്മൾ പാല് ചേർക്കുമ്പം ഒരു സ്പെഷ്യൽ റിച്ച്നെസ് ഓടുകൂടിയിട്ടുള്ള ഒരു ഫ്ലേവർ നമ്മുടെ ആ ഒരു ബേക്ക്ഡ് ഗുഡിന് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ടീ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പാല് ചേർക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ പ്ലം കേക്കിനൊക്കെ പാല് ചേർക്കില്ല, കാരണം അത് കൂടുതൽ നാൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ബേക്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന കപ്സും സ്പൂൺസും അതുപോലെ തന്നെ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെഷറിങ് കപ്സ്. അതാണ് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെഷറിങ് ടൂള്. അപ്പം ബേക്കിങ്ങിന് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എല്ലാം മെഷർ ചെയ്തെടുക്കണമെങ്കിൽ ഒരു വെയിങ് സ്കെയിൽ അത്യാവശ്യമാണ്. വെയിങ് സ്കെയിലാണ് നമ്മൾ ആ കറക്റ്റ് മെഷർമെൻറ്റിൽ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി വെയിങ് സ്കെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പ് എടുക്കാം. പക്ഷേ കപ്പിൽ നമുക്കിപ്പോൾ 1 കപ്പ് ഫ്ലോർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുത്തി നിറയ്ക്കാം, പല രീതിയിൽ നിറയ്ക്കാം. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വരണം എന്നില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ സീരിയസ് ആയിട്ട് ബേക്കിങ്ങിനെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വെയിങ് സ്കെയിൽ തീർച്ചയായിട്ടും വാങ്ങി വയ്ക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്യുന്ന പാത്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെപ്പോഴും വലിയൊരു പാത്രം എടുക്കുക, നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉൾക്കൊള്ളുന്ന പാത്രം എടുക്കുക. അപ്പോൾ അത് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. സ്റ്റീൽ എടുക്കാം, ഗ്ലാസ് എടുക്കാം, തടി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് എടുക്കുക. അത് കുറച്ചിങ്ങനെ കുഴിവുള്ളതായിരിക്കണം, നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ ഉൾക്കൊള്ളുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള പാത്രം എടുക്കുക. അതുപോലെ നമ്മൾ പാത്രമൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കുക, വെള്ളമയമൊന്നും കാണരുത്. ഇനി നമ്മൾ മിക്സിങ് ടൂളുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബേക്കിങ് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ബേക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പം മിക്സറും ഗ്രൈൻഡറും ഒന്നും ഇല്ലാതെ ഇതുപോലൊരു തടിത്തവി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബേക്കിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തടിത്തവി വെച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ല പ്രഷറിൽ ബീറ്റ് ചെയ്താൽ നല്ല ക്രീമി ആയിട്ട് വരും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ വേദനിക്കും. പിന്നെ മറ്റൊരു ഓപ്ഷനാണ് വിസ്ക് കുറച്ചുകൂടെ തടിത്തവിയെക്കാട്ടിലും ബെറ്ററാണ്, എന്നാലും കുറച്ച് സമയമെടുക്കും. സാധാരണ നമ്മളൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് 5 മിനിറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബീറ്റിങ് മറ്റേത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ സമയവും പോവും, അതുപോലെ തന്നെ നമ്മുടെ കൈക്ക് കുറച്ച് സ്ട്രെയിനും ആകും. അപ്പോൾ ഇതുപോലൊരു ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഞാൻ സ്റ്റാൻഡ് മിക്സറിനെക്കാട്ടിലും എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഇലക്ട്രിക് ബീറ്ററാണ്. അപ്പോൾ ഇത് ഈസിലി നമുക്ക് ആമസോണിലും ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കരുതി വെക്കുക. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് സ്റ്റാൻഡ് മിക്സറാണ്. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ അളവിലൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസിയാവും, കൈ വേദനിക്കില്ല. അപ്പോൾ ഇതിലേതാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ട്രേയും അതുപോലെ തന്നെ ബട്ടർ പേപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ട്രേ എന്ന് പറയുമ്പോൾ നമുക്ക് പല മെറ്റീരിയലിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അലുമിനിയം ഉണ്ട്, നോൺ സ്റ്റിക്ക് ഉണ്ട്, ഗ്ലാസിൻ്റെ ഉണ്ട്, പിന്നെ സെറാമിക്കിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് അലുമിനിയം പിന്നെ നോൺ സ്റ്റിക്ക്, ആ 2 മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ട് മാത്രമേ ബേക്ക് ചെയ്യാവുള്ളൂ. അപ്പോഴാണ് കറക്റ്റ് ടെക്സ്ചർ നമ്മുടെ കേക്കിന് കിട്ടുന്നത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പല മെത്തേഡ് ഉണ്ട്. അപ്പം ഏറ്റവും പെർഫെക്റ്റായിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നത് ഓവനിൽ തന്നെയാണ്. അപ്പം ഓവൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേറെ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ബേക്കിംഗ് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഓവൻ വാങ്ങിക്കുക. വളരെ റീസണബിളായിട്ടുള്ള വിലയിൽ നമുക്ക് നാട്ടിൽ OTG ഓവൻ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഓവനെക്കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ മറ്റൊരു ടൂളാണ് ഈ ഒരു സ്പാറ്റുല എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ നമ്മുടെ ബാറ്ററൊക്കെ പാത്രത്തിൽ നിന്ന് വടിച്ചിട്ട് ടിന്നിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റും.
അപ്പം ഇതൊക്കെയാണ് ബേക്കിംഗ് തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഉള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ബേക്കിംഗ് റിയലായിട്ട് നമ്മളൊരു ഡെമോ കേക്ക് കാണിക്കുന്നതാണ്. അപ്പം അതിന് മുൻപായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് വിശദമായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലൈവായിട്ടുള്ള ഡെമോ ക്ലാസ്സസും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെയും കൂടി ചേർക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ കരുതി വെക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയാം. മൈദ വേണം, അതുപോലെ തന്നെ 3 മുട്ട വേണം, പിന്നെ ഒരു 1/4 കപ്പ് പാല് വേണം, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വേണം. അളവ് ഞാൻ അപ്പോൾ പറയാം. പിന്നെ പഞ്ചസാര, ബേക്കിംഗ് ട്രേ, അതുപോലെ തന്നെ മിക്സ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ടൂളുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ 3 ടൂളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാമല്ലോ എത്ര പേര് ഇതിലുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നും എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ ഇത്രയും ഞാൻ താമസിക്കില്ല, പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.